പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് നിങ്ങളുടെ +2 സ്കോർ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിലെ സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകാവുന്ന സമയമാണിത്. 5/6/2023 വൈകുന്നേരം 3 മണി വരെയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്ന സമയം. നിങ്ങൾക്ക് ഏവർക്കും സ്വന്തം മൊബൈലിൽ തന്നെ സ്കോർ അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് +2 സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അവർക്ക് നീറ്റിൽ ലഭിക്കുന്ന സ്കോറാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അതിനുള്ള സമയമായിട്ടില്ല. അതുപോലെ ഫാർമസിക്ക് വേണ്ടി പേപ്പർ 1 മാത്രം എഴുതിയ വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരും +2 സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഉൾപ്പെടെ സെക്കൻഡ് ഇയറിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് 120 വീതം ടോട്ടൽ 360 ആണ് സ്കോർ ഉണ്ടാവുക. ആ 320 ലഭിച്ച സ്കോറിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതിനായി നിങ്ങൾ ഈ 3 സബ്ജക്റ്റിലും സെക്കൻഡ് ഇയറിൽ ലഭിച്ച സ്കോറിനെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകുന്നതാണ്. എന്നാൽ ഡിവൈഡ് ചെയ്ത് ലഭിക്കുന്ന സ്കോർ അതുപോലെ പരിഗണിക്കുന്നതല്ല. ചില സ്റ്റാൻഡേർഡൈസേഷൻ, നോർമലൈസേഷൻ പ്രൊസീജിയർ ഉണ്ട്. അതിലേക്കായി ഓരോ ബോർഡിലും പഠിച്ച വിദ്യാർത്ഥികളുടെ 2012 മുതലുള്ള സ്കോറിന്റെ ഡീറ്റെയിൽസുകൾ എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബോർഡിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് നോർമലൈസേഷൻ നടത്തുന്നത്. അത് ഒരു സങ്കീർണമായിട്ടുള്ള ഫോർമുല ഉപയോഗപ്പെടുത്തിയാണ് ആ കാര്യം ചെയ്യുന്നത്. അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ പേപ്പർ 1ന് 480 അതുപോലെ പേപ്പർ 2നും 480 വീതമാണ്. അതിനെയും 300ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആകെ ലഭിക്കാൻ സാധ്യതയുള്ള സ്കോറിനെ 3.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകുന്നതാണ്. അങ്ങനെ എൻട്രൻസ് എക്സാമിൽ 300ൽ എത്ര ലഭിച്ചു, അതുപോലെ +2 സ്കോറിൽ 300ൽ എത്ര ലഭിച്ചു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 600ൽ നിങ്ങൾക്ക് എത്ര ലഭിച്ചു, അതിനനുസരിച്ചാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുക. എൻട്രൻസ് എക്സാമിൽ ഓരോ പേപ്പറിലും 480ൽ മിനിമം 10 മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം സാധാരണ വർഷങ്ങളിൽ നൽകാറുള്ളൂ. റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ അഡ്മിഷൻ സാധ്യതയുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോകൾ പിന്നീട് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് +2 സ്കോർ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ സെക്യൂരിറ്റി കീയും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. മൊബൈലിലാണ് മാർക്ക് സബ്മിഷൻ നടത്തുന്നത്. നിങ്ങൾ എത്തുന്ന പേജിൽ ഇടതുവശത്തായി ഇങ്ങനെ ഒരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസുകൾ നൽകിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെയായി പ്രൊസീഡ് ഫോർ മാർക്ക് സബ്മിഷൻ എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. അടുത്ത ഭാഗത്ത് ബോർഡ് ഓഫ് എക്സാം എന്ന സ്ഥലത്ത് നിങ്ങൾ ഏത് ബോർഡിലാണ്, കേരള ഹയർ സെക്കൻഡറി ബോർഡ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡ് അല്ലെങ്കിൽ CBSE ഏത് ബോർഡിലാണ് നിങ്ങൾ +2 എക്സാമിനേഷൻ എഴുതിയത്, ആ ബോർഡ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പിന്നെ ഇയർ ഓഫ് എക്സാം, നിങ്ങൾ എക്സാം എഴുതിയ വർഷം സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ നിങ്ങളെ +2ൻ്റെ രജിസ്റ്റർ നമ്പറും എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. എന്നിട്ട് താഴെ കാണുന്ന വ്യൂ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ ഈ വർഷം +2 പാസ്സായ അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവരുടെ സ്കോർ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ സ്കോർ ശരിയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സ്കോർ മാത്രമാണ് അവിടെ കാണിക്കുക. മുൻ വർഷങ്ങളിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങളുടെ സ്കോറും സബ്ജക്റ്റും മാക്സിമം സ്കോറും ഒക്കെ അവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ചിരുന്ന +2 സ്കോർ ഇവിടെ തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ ഈ ഒരു ഭാഗത്ത് ടിക്ക് ചെയ്ത് ചേഞ്ച് എന്ന ഐക്കൺ പ്രസ് ചെയ്യേണ്ടതാണ്. ഇനി ശരിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഓക്കെ എന്ന് നൽകേണ്ടതാണ്. പിന്നീട് അടുത്ത പേജിൽ യു ഹാവ് കംപ്ലീറ്റഡ് ദ മാർക്ക് സബ്മിഷൻ എന്നൊരു മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ താഴെയായി മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ഒരു PDF ഫയൽ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. പ്രിൻ്റ് എടുത്ത് വെക്കുകയോ PDF ഫയൽ സൂക്ഷിക്കുകയോ ആവാം. ഈ വർഷത്തെ കീം എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ഫാർമസി അഡ്മിഷനുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.